ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. നൗ ഐ മൂവ് ഇൻ ടു ദ സൈക്കോമെട്രിക് പ്രോസസ്. അപ്പം നമുക്ക് ഈ ഒരു മോഡ്യൂളിനകത്ത് എന്താണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസ്ഡ് ഓൺ ദി സൈക്കോമെട്രിക് പ്രോസസ് വി ഹാവ് ടു ഡു സം പ്രോബ്ലംസ്. അപ്പം എന്താണ് സൈക്കോമെട്രിക് സൈക്കോമെട്രിക് പ്രോസസ് എന്നും അതിൻ്റെ അകത്ത് വരുന്ന ഇക്വേഷൻസ് എന്താണെന്നായിരിക്കും ഞാനിപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു നിർത്തുന്നത്. അതിനുശേഷം വരുന്ന ക്ലാസ്സുകളിൽ ഞാൻ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും ചെയ്യുന്നത്. അത് ഒന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് ടൈമിലായിട്ട് ചെയ്തിടും, അതല്ലാന്നുണ്ടെങ്കിൽ റെക്കോർഡഡ് ആയിട്ട് സെഷൻസ് ആയിട്ട് ഇടും. ആ രീതിയിലായിരിക്കും ഞാൻ ഇനി അങ്ങോട്ടുള്ള സെഷൻസ് ഈ പ്രോബ്ലംസുമായിട്ട് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് പോകും, എനിക്ക് 1 hour കൊണ്ട് തീർക്കാൻ വേണ്ടിയിട്ട്. സോ നല്ല രീതിയിൽ ശ്രദ്ധിച്ചു പോകാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ റൈറ്റ് ടൈമിൽ തന്നെ ചോദിക്കാം. ഓക്കെ, സോ ഓൾറെഡി നമ്മൾ ഈ ഒരു സൈക്കോമെട്രിക് പ്രോസസ്സ് എന്താണെന്നും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കണ്ടന്റ് എന്താണെന്നും ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നമ്മൾ ബേസിക് ആയിട്ടുള്ള മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ വിച്ച് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സൈക്കോമെട്രിക് പ്രോസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നിങ്ങളുടെ ക്ലാസ്സിലുള്ള എല്ലാവർക്കും അല്ലേ, നമുക്ക് പോലെ ബേസിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് നോളജ് ഉള്ള ആർക്കും പറയുന്ന കാര്യങ്ങളാണ് എന്തൊക്കെയാണ് സൈക്കോമെട്രിക് പ്രോസസ് എന്ന് പറയുന്നത്. സെൻസിബിൾ ഹീറ്റിംഗ്, സെൻസിബിൾ കൂളിംഗ്, humidification, dehumidification, cooling and adiabatic humidification, cooling and dehumidification by water injection, heating and humidification, humidification by steam jet injection, adiabatic chemical dehumidification, adiabatic mixing of air streams. ഇത്രയും ആണ് ആക്ച്വലി നമുക്ക് സൈക്കോമെട്രിക് പ്രോസസ്സിനകത്ത് വരുന്നത്. സോ ഇതെല്ലാം ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു സ്പേസ് ഉണ്ടാകും. ആ സ്പേസിൽ നമ്മൾക്ക് എയർ കണ്ടീഷനിങ് പ്രൊവൈഡ് ചെയ്യണം. ആ എയർ കണ്ടീഷനിങ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ റൂം, സപ്പോസ് യു ആർ ടേക്കിംഗ് എ റൂം ഫോർ എയർ കണ്ടീഷനിങ്, നിങ്ങൾ ഡിസൈൻ ചെയ്യാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പർട്ടിക്കുലർ റൂമിനകത്ത് എത്രത്തോളം ആണ് ഹീറ്റ് ലോഡ് വരുന്നതെന്ന് കാൽക്കുലേറ്റ് ചെയ്യും. ആ ഹീറ്റ് ലോഡ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ലേറ്റൻ ഹീറ്റായിട്ടും സെൻസിബിൾ ഹീറ്റുമായിട്ടും, അതാണ് ടോട്ടൽ ഹീറ്റ് നിങ്ങൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യും. ഈ കാൽക്കുലേറ്റിന് ശേഷം ഇതിനകത്തുനിന്ന് ഈ കാൽക്കുലേഷൻ പാർട്ട് പോകുമ്പോൾ നമ്മൾ അതിനകത്ത് വരുന്ന ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, സ്ട്രക്ചേഴ്സ്, ആസ്പെക്ട്സ് ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ ടോട്ടൽ ആയിട്ടുള്ള ലോഡ് കാൽക്കുലേറ്റ് ചെയ്യും. ആ ടോട്ടൽ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടൺസ് ഓഫ് റെഫ്രിജറേഷൻ കിട്ടും. ഇത്ര ടണ്ണാണ് നമുക്ക് വേണ്ടതെന്ന് കിട്ടും. ആ ടണ്ണ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എയർ കണ്ടീഷനിങ് സിസ്റ്റം ആയിരിക്കും നമ്മളവിടെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നത് ആ റൂമിനകത്ത് വരുന്ന എയറിന്റെ കണ്ടീഷൻ എന്തായിരിക്കണം എന്നുള്ളതാണ്. അതിന്റെ ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി, അതിന്റെ ഫാക്ടേഴ്സ്, വാല്യൂസ്, then അതിന്റെ ഓർഡർ, വെലോസിറ്റി, ഇതെല്ലാം നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ആംബിയന്റ് എയർ എത്രയാണോ അതിനെ സ്റ്റഡി ചെയ്തിട്ട് ആ ആംബിയന്റ് ഉള്ള കണ്ടീഷനിൽ നിന്ന് ഉള്ള വേരിയേഷൻ എന്താണെന്നാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. അത് വേരിയേഷൻസ് വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം, അതൊക്കെയാണ് നമ്മൾ ഈ സൈക്കോമെട്രിക്സിനകത്ത് പഠിക്കുന്നത്. ഇതാണ് നമ്മുടെ എയർ കണ്ടീഷനിങ്ങിന്റെ ഫണ്ടമെന്റൽസ് എന്ന് പറയുന്നത്. ഓക്കെ, സെൻസിബിൾ ഹീറ്റിംഗ് എന്ന് പറയാം. നമുക്ക് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ അറിയാം. നിങ്ങൾക്ക് ഓർഡിനറി തെർമോമീറ്റർ വെച്ച് മെഷർ ചെയ്യുന്നതാണ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയാം. സൈക്കോമെട്രിക് ആയിട്ടുള്ള ഒരു ചാർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സൈക്കോമെട്രിക് ചാർട്ടിനകത്ത് എക്സ് ആക്സിൽ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ലൈൻ ആയിട്ടാണ് നമുക്ക് ഹൊറിസോണ്ടൽ എക്സ് ആക്സിസ് എന്ന് പറയുന്ന ഒരു ലൈൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഡ്രൈ ബൾബ് നമുക്ക് കാണാൻ പറ്റും. ഫ്രം സം വാല്യൂ, മിനിമം വാല്യൂ ടു മാക്സിമം വാല്യൂ ആയിട്ട് നമുക്കൊരു ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ അവൈലബിൾ ആണ്. വൈ ആക്സിസിൽ ഞാനിപ്പോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി അവൈലബിൾ ആണ്. ഫ്രം മിനിമം ടു മാക്സിമം അവൈലബിൾ ആണ്. ദെൻ ഇവിടെ ഉള്ള ഓരോ ലൈൻസും എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു. സെൻസിബിൾ ഹീറ്റിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്തൗട്ട് അഫക്റ്റിംഗ് ദ ഹ്യൂമിഡിറ്റി, വിത്തൗട്ട് അഫക്റ്റിംഗ് ദ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി, അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. വിത്തൗട്ട് അഫക്റ്റിംഗ് ദ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി വി ആർ ചേഞ്ചിങ് ദ ടെമ്പറേച്ചർ. അതിനാണ് നമ്മൾ ഹീറ്റിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും W1 = W2. സോ ഇനീഷ്യൽ കണ്ടീഷൻ 1 ആണ്. ആ ഇനീഷ്യൽ കണ്ടീഷനിൽ നിന്ന് ഞാൻ എവിടെ എത്തുകയാണ്? 3 എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തുകയാണ്. ഓക്കെ, ഇനീഷ്യൽ കണ്ടീഷനിൽ നിന്ന് എനിക്ക് 3 എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് എത്താനായിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ശ്രമിക്കുന്ന സമയത്ത് ഞാൻ 1-ൽ നിന്ന് 3-ൽ എത്താനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും? സെൻസിബിൾ ഹീറ്റിംഗ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ TD1 എന്ന് പറയുന്ന ടെമ്പറേച്ചറാണ് ഇനീഷ്യൽ ടെമ്പറേച്ചർ. TD3 എന്ന് പറയുന്ന ടെമ്പറേച്ചറാണ് ഞാൻ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സപ്പോസ് നിങ്ങൾ ഇപ്പം ഇത് നോക്കിക്കഴിഞ്ഞാൽ, ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഞാൻ എങ്ങനെയാണ് ഹീറ്റ് ചെയ്യുന്നതെന്ന്. സോ ഒരു എൻക്ലോഷറിനകത്തൂടെ ഞാൻ സ്റ്റീം പാസ് ചെയ്ത് വിടുകയാണ്. ആ സ്റ്റീമിന്റെ ടെമ്പറേച്ചർ ആണ് എന്തെന്ന് പറയുന്നത്
TD3 അല്ലെങ്കിൽ ഹീറ്റിംഗ് കോയിലിൻ്റെ ടെമ്പറേച്ചറാണ് TD3 എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ എയർ വരുന്ന എയറിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് TD1 ആണ്, പോകുന്ന എയറിൻ്റെ ടെമ്പറേച്ചർ TD2 ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ TD3 എന്ന് പറയുന്ന വാല്യൂ, അതായത് ഹീറ്റ് ചെയ്യുന്ന സോഴ്സിൻ്റെ ടെമ്പറേച്ചർ ആയിരിക്കും കൂടുതൽ. അപ്പം ഇതെന്ന് പറയുന്നത് നമ്മൾ നോർമലി ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പെർഫെക്റ്റ് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ എന്താണോ TD3 അത് തന്നെ ആയിരിക്കണം പോകുന്ന എയറിൻ്റെ ടെമ്പറേച്ചർ. പക്ഷെ ഒരിക്കലും അത് ഉണ്ടാകത്തില്ല, അതിൽ നിന്ന് കുറവായിരിക്കും. TD3യിൽ നിന്ന് കുറവായിരിക്കും എപ്പോഴും TD2 എന്ന് പറയും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 2 എന്ന് പറയുന്ന കണ്ടീഷൻ ആയിരിക്കും നമ്മുടെ ഔട്ട്ലെറ്റ് കണ്ടീഷൻ, 3 എന്ന് പറയുന്നത് കോയിലിൻ്റെ ടെമ്പറേച്ചർ ആണ്. ഓക്കെ, അപ്പം നമ്മുടെ എയർ ആ കോയിലിനകത്തൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ വിത്തൗട്ട് അഫക്റ്റിംഗ് ദ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഇറ്റ്സ് ടെമ്പറേച്ചർ ഇൻക്രീസസ്, ഇറ്റ്സ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഇൻക്രീസസ് ഫ്രം 1 to 2. ഇതാണ് ഈ സെൻസിബിൾ ഹീറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ Ψ1 Ψ2 എന്ന് പറയുന്നത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആണ്. സോ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഈസ് ചേഞ്ചിങ്, പക്ഷേ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി റിമെയിൻസ് ദ സെയിം. ഇതാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എൻതാൽപ്പി ആൾസോ ചേഞ്ചസ്. അപ്പോൾ നമുക്ക് ഹീറ്റ് കണ്ടന്റ് ആഡ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പം അതായത് H1 T1ൽ ഇൻലെറ്റിലുള്ള എയറിൻ്റെ ഹീറ്റ് കണ്ടന്റ് അല്ല പുറത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന എയറിൻ്റെ ഹീറ്റ് കണ്ടന്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പ്രോബ്ലംസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ആലോചിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് ചെയ്യുന്ന സമയത്ത്, സെൻസിബിൾ ഹീറ്റിംഗിലേക്ക് പോകുന്ന സമയത്ത് കോയിലിൻ്റെ ടെമ്പറേച്ചറിനേക്കാളും കുറവായിരിക്കും എയറിൻ്റെ ഔട്ട്ലെറ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്ന കാര്യം. ഇനി സെൻസിബിൾ കൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് വിത്തൗട്ട് ചേഞ്ചിങ് ദ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി നമ്മൾ എന്ത് ചെയ്യാണ്, എയറിനെ കൂൾ ചെയ്യണമെങ്കിൽ വി ഹാവ് എ റെഫ്രിജറൻറ്റ്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എയർ വരുവാണ്, അറ്റ്മോസ്ഫിയറിക് എയർ വരുവാണ്, അതിൻ്റെ ടെമ്പറേച്ചറാണ് TD1. അപ്പോൾ ഞാൻ അതിവിടെ മാർക്ക് ചെയ്ത് വെച്ചു, ഇതാണ് എനിക്ക് അറിയാവുന്ന ടെമ്പറേച്ചർ. എനിക്ക് കൂളിംഗ് കോയിൽ എന്ന് പറയുന്നതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് TD3 ആണ്. TD3 ആണ് കൂളിംഗ് കോയിലിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇനി എയർ അതിനകത്തൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ കിട്ടുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് TD2 ആണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കോയിൽ ടെമ്പറേച്ചറിനേക്കാളും കൂടുതലായിരിക്കും. അതായത് കോയിലിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് TD3 ആണ്, അതിനേക്കാളും കൂടുതലായിരിക്കും എവിടെ കിട്ടുന്നത്, നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസൈഡ് കണ്ടീഷൻ 2ൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോയിലിൻ്റെ ടെമ്പറേച്ചർ അതിനേക്കാളും കുറവായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് വിചാരിക്കുന്ന രീതിയിൽ ഈ 2 എന്ന് പറയുന്ന പോയിന്റ് ഒന്ന് ഫോളോ ചെയ്തോളൂ. അപ്പോൾ ഇതും അങ്ങനെയാണ്. എന്താണ്, വിത്തൗട്ട് അഫക്റ്റിംഗ് ദ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഐ എം ചേഞ്ചിങ് ദ ടെമ്പറേച്ചർ, ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ. അതാണ് സെൻസിബിൾ കൂളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് we have to consider the bypass factor of the heating or the cooling coil. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോസ് നമ്മളൊരു 1 കിലോഗ്രാം എയറിനെയാണ് ഞാനിപ്പോൾ കൂൾ ചെയ്യുന്നതെന്ന് വെച്ചോ അല്ലെങ്കിൽ ഹീറ്റ് ചെയ്യുന്നതെന്ന് വെച്ചോ, നേരത്തെ പറഞ്ഞതുപോലെ ഹീറ്റിംഗ് കോയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചറും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന ടെമ്പറേച്ചറിനേക്കാളും കൂടുതലായിരിക്കും. നമുക്ക് അതായത് ഒരു എലമെന്റ്, ഇപ്പോൾ ഞാനിപ്പോൾ സപ്പോസ് എന്ന് പറയുന്ന ഒരു ഒരു ഔട്ട്ലെറ്റ് എയറിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് സപ്പോസ് 5 ഡിഗ്രി സെൽഷ്യസ് ആണ്, പുറത്തുള്ള ടെമ്പറേച്ചർ 5 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിന് ഞാൻ 24ലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് വേണ്ട ഒരു കംഫർട്ട് കണ്ടീഷൻ 24 ആണ്, പുറത്തുള്ള ടെമ്പറേച്ചർ 5 ഡിഗ്രി ആണ്. അപ്പോൾ ഞാനൊരു എയർ കണ്ടീഷനിങ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് എൻ്റെ ഉള്ളിലുള്ള ടെമ്പറേച്ചർ ഞാൻ 24 എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഐ ഹാവ് ഡെഫിനറ്റ്ലി ഗോ ഫോർ ദ ഹീറ്റിംഗ് പ്രോസസ് ചെയ്യണം. വിത്തൗട്ട് അഫക്റ്റിംഗ് ഹ്യൂമിഡിറ്റി ഒക്കെ സെയിം ആണ്, കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യത്തുള്ളൂ, ഹീറ്റിംഗ് പ്രോസസ്സ് മാത്രമേ ചെയ്യത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഹീറ്റിംഗ് കോയിലിനകത്തൂടെ പാസ് ചെയ്ത് വിടുമ്പോൾ എനിക്ക് 24 ഡിഗ്രി സെൽഷ്യസ് ആണ് എനിക്ക് കിട്ടേണ്ട എയറിൻ്റെ ടെമ്പറേച്ചർ എങ്കിൽ ആ ഹീറ്റിംഗ് കോയിലിൻ്റെ ടെമ്പറേച്ചർ 24നും മുകളിലായിരിക്കും. എന്നാൽ മാത്രമേ എനിക്ക് എന്ത് കിട്ടത്തുള്ളൂ, ആ 24 എന്ന് പറയുന്ന ടെമ്പറേച്ചർ കിട്ടുന്നത്. അതാണ് ഹീറ്റിങ്ങിൻ്റെ പ്രശ്നം. കൂൾ ചെയ്യുന്ന സമയത്ത് സപ്പോസ് എൻ്റെ ആംബിയന്റ് കണ്ടീഷൻ ടെമ്പറേച്ചർ 30 ഡിഗ്രി ആണ്, എനിക്ക് വേണ്ടത് അകത്ത് വേണ്ടത് 24 ഡിഗ്രി സെൽഷ്യസ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ കൂളിംഗ് കോയിലിൻ്റെ ടെമ്പറേച്ചർ 24ലും താഴെ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് എന്ത് കിട്ടത്തുള്ളൂ, ഈ 24 എന്ന് പറയുന്ന ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം എത്രത്തോളം ആണ് ഈ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ എത്രത്തോളം ഈ എയറിൻ്റെ കണ്ടീഷൻ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ വരുന്ന എയറിൻ്റെ കണ്ടീഷനാണ് ഈ പറയുന്ന ടെമ്പറേച്ചറിനെ അക്സെപ്റ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്നതും. അതിൻ്റെ അഡയാബാറ്റിക് കണ്ടീഷൻ വെച്ചിട്ട് മാത്രമാണ് എന്തായാലും ഇപ്പം എയർ വരുവാണെന്നുണ്ടെങ്കിൽ ഉള്ള എയറിന് കിട്ടുന്ന ചൂടല്ലാതെ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അഡയാബാറ്റിക് കണ്ടീഷൻ ആയിരിക്കും. അത് ഉള്ള ടെമ്പറേച്ചർ അല്ലാതെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അഡയാബാറ്റിക് കണ്ടീഷൻ ആയിരിക്കും. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബൈപ്പാസ് ഫാക്ടർ എന്ന് പറയുന്ന ഒരു ടേം യൂസ് ചെയ്യുന്നത്. ഇത് പ്യൂർലി ഫോർ കാൽക്കുലേഷൻ പർപ്പസ് ആണ്. ഓക്കെ, ഇതിനു വേണ്ടി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോസ് 1 കിലോഗ്രാം ഓഫ് എയർ ഹാവിംഗ് ടെമ്പറേച്ചർ TD1 is entering into the cooling or the heating, whatever it is, എന്തോ ആയിക്കോട്ടെ, കോയിലിനകത്തോട് വരുന്ന സമയത്തും ഞാൻ അതിൽ നിന്നും ഒരു കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ,
ഈ കോയിലിനകത്തൂടെ പാസ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള ക്വാണ്ടിറ്റി ഞാൻ ബൈപ്പാസ് ചെയ്യാണ്. ബൈപ്പാസ് ചെയ്തത്, അതായത് ഈ കോയിലുമായിട്ട് അഫക്റ്റ് ചെയ്യുന്ന രീതിയിലല്ല വെക്കുന്നത്. അപ്പം 1 - 6 കിലോഗ്രാം ഞാൻ എന്ത് ചെയ്യുന്നു, കൂളിംഗ് കോയിലിനകത്തൂടെ ഹീറ്റിംഗ് കോയിലിനകത്തൂടെ പാസ് വിടുന്നു. ബാക്കി റിമൈനിങ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ഞാൻ എന്ത് ചെയ്യുന്നു, ബൈപ്പാസ് ചെയ്ത് വിത്തൗട്ട് അഫക്റ്റിംഗ് ദ കണ്ടീഷൻ. അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ എത്രയാണ്? TD1 തന്നെയാണ്. ആ പോകുന്ന ടെമ്പറേച്ചർ TD1 തന്നെയാണ്. അപ്പം 1 - 6 മാത്രമേ എന്തുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുള്ളൂ? TD3 ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ വന്നിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇത് പുറത്തേക്ക് പോകുന്നത്. ഈ ഒരു കണ്ടീഷനാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ ബൈപ്പാസ് ഫാക്ടർ എന്ന് പറയുന്നത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ termed as BPF ആണ്. സോ ഇവിടെ നമുക്ക് റിക്വയർഡ് കണ്ടീഷൻ, ഈ കോയിലിൻ്റെ ടെമ്പറേച്ചർ വന്നത് എന്താണ്? TD3 ആണ്. സോ അതാണ് നമുക്ക് കിട്ടേണ്ടത്. സോ TD3 മൈനസ് നമുക്ക് വരുന്ന ടെമ്പറേച്ചർ TD2 ഡിവൈഡഡ് ബൈ TD3 മൈനസ് TD1. സോ ദിസ് ഈസ് ദ എഫക്റ്റീവ് വൺ ആൻഡ് ദിസ് ഈസ് ദ ഒബ്റ്റൈൻഡ് വൺ. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ബൈപ്പാസ് ഫാക്ടർ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ഈ ബൈപ്പാസ് ഫാക്ടർ കോയിൽ എന്ന് പറയുന്നത്, ഇതെന്ന് പറയുന്നത് TD3 എടുക്കുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും വലിയ വാല്യൂ TD3 ആണ്. ഇതാണ് ഹീറ്റിങ്ങിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ TD3 ആയിരിക്കും ഏറ്റവും വലിയ വാല്യൂ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കേസ് എടുക്കുകയാണെങ്കിൽ കൂളിംഗ് കോയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ TD2 ആയിരിക്കും എന്ത് എന്ന് പറയുന്നത്? വലിയ വാല്യൂ എന്ന് പറയുന്നത്. അതിനനുസരിച്ചായിരിക്കും ഇവിടെ ടേംസ് എടുത്ത് വരുന്നത്. ആ ഒരു ഡിഫറൻസ് മാത്രമേ ബൈപ്പാസ് ഫാക്ടറിനകത്ത് വരുന്നത്. കൂളിങ്ങിനും ഹീറ്റിങ്ങിനകത്തും നമ്മൾ എടുക്കുന്ന ഗ്രേറ്റർ വാല്യൂ ഏതാണെന്നുള്ള കണ്ടീഷനാണ് വരുന്നത്. ഓക്കെ, so the bypass factor depends upon the following factors: the number of fins provided in a unit length, that is the pitch of the cooling coil fins, then the number of rows in a coil in the direction of flow, and the velocity of the flow of the air. So bypass factor എന്ന് പറയുന്നത് ഈ ഒരു 3 ഫാക്ടേഴ്സ് അല്ലെങ്കിൽ 3 കാര്യങ്ങളുടെ ഡിപ്പെൻഡൻ്റ് ആണ്. എത്രത്തോളം നമ്മൾ ഫിൻസോ എത്രത്തോളം കോയിൽ യൂസ് ചെയ്യണം, ദെൻ എത്ര റോയ്സിൽ ഞാൻ ഈ ഒരു ഫിൻസും അല്ലെങ്കിൽ കോയിൽസ് യൂസ് ചെയ്യുന്നു, പിന്നെ വരുന്ന എയറിൻ്റെ ഫ്ലോ റേറ്റ്, ഇതൊക്കെ വെച്ചിട്ടാണ് ബൈപ്പാസ് ഫാക്ടർ എനിക്ക് കിട്ടുന്നത്. സോ ദിസ് ടേം ഈസ് ആക്ച്വലി നമ്മൾ എവിടെ യൂസ് ചെയ്യുന്ന കാൽക്കുലേഷൻ പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാലൻസിങ് ദ എൻതാൽപ്പി വി ഗെറ്റ് എക്സ് ഇൻറ്റു, അതാണ് ഞാൻ എന്ത് ബൈപ്പാസ് ചെയ്ത വാല്യൂ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്, എക്സ് ഇൻറ്റു CP ഇൻറ്റു ദാറ്റ് ഈസ് ദ സ്പെസിഫിക് ഹീറ്റ് ഓഫ് ദാറ്റ് എയർ, TD1 ആണ് അതിൻ്റെ ഇനീഷ്യൽ കണ്ടീഷൻ, പ്ലസ് 1 - X എന്ന് പറയുന്നതാണ് ഞാൻ ഇവിടെ കോയിലോത്തോട്ട് പാസ് ചെയ്തിട്ട്, അത് എൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് TD3 ആണ്. ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു പുറത്ത് വരുന്നതാണ്. പുറത്ത് വരുമ്പോഴത്തേക്ക് എന്തായി? CP ഇൻറ്റു TD2 ആയി മൊത്തമായി. സോ ദിസ് ഇസ് ദ എൻതാൽപ്പി ബാലൻസ് ഇക്വേഷൻ. ഇത് ഞാൻ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്? ബൈപ്പാസ് ഫാക്ടർ എന്ന് പറയുന്നത് X എന്ന് പറയുന്നത്. X ഇസ് ദ ബൈപ്പാസ് ഫാക്ടർ. അപ്പോൾ നമുക്ക് റിക്വയർഡ് കണ്ടീഷൻസ് അനുസരിച്ച് എത്രത്തോളം എയറിനെ മാത്രം, കാര്യം നമ്മൾ വെറുതെ എയറിനെ എടുത്ത് ചൂടാക്കിയിട്ട് തണുപ്പിച്ചിട്ട് കാര്യമില്ല. എത്ര ക്വാണ്ടിറ്റി വരുന്ന എയറിന്റെ എത്ര ക്വാണ്ടിറ്റി മാത്രമേ, ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി മാത്രമേ നമുക്ക് ഇവിടെ വിട്ടാൽ മതി, കൂളിംഗ് കോയിലിനകത്തോട്ടോ അല്ലെങ്കിൽ ഹീറ്റിംഗ് കോയിലിനകത്തോട്ടോ വിട്ടാൽ മതി. ബാക്കി എയറിന് ഞാൻ വെറുതെ വിട്ടു കൊടുത്തു കഴിഞ്ഞാൽ ലോഡ് ചേഞ്ച് ചെയ്തേ ഉള്ളൂ, അല്ലാതെ ഒരു എഫക്ട്സ് ഉണ്ടാക്കില്ല. അപ്പം ഈ ബൈപ്പാസ് ഫാക്ടർ എനിക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അത്രയും ക്വാണ്ടിറ്റി, ഇപ്പൊ 1 കിലോഗ്രാം ഓഫ് എയറിനെയാണ് ഞാൻ കൂൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് ഒരു സർട്ടൺ ക്വാണ്ടിറ്റി മാത്രമേ ഞാൻ എവിടെ വിടത്തുള്ളൂ? കൂളിംഗ് കോയിലിനകത്തോട്ട് വിടത്തുള്ളൂ. ബാക്കി ഞാൻ എന്ത് ചെയ്യും? ബൈപ്പാസ് ചെയ്ത് വിട്ടിട്ട് മിക്സ് ചെയ്ത് കയറ്റി വിടത്തുള്ളൂ. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? റിസൈഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ അല്ലെങ്കിൽ ആ റിക്വയർഡ് കണ്ടീഷനുള്ള ടെമ്പറേച്ചർ കിട്ടും. അതാണ് ബൈപ്പാസ് ഫാക്ടറിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ദെൻ എഫിഷ്യൻസി. ഇപ്പൊ ഞാൻ ഈ പറയുന്ന എല്ലാ ഇക്വേഷൻസും തന്നെ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ. Once you have the efficient bypass factor, so 1 - bypass factor is known as efficiency of coil or contact factor. അപ്പം ഒരു പ്രോബ്ലം വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ബൈപ്പാസ് ഫാക്ടർ കാണാനുള്ള ഇക്വേഷൻ ഓൾറെഡി നിങ്ങൾ കണ്ടു. TD3 - TD2 by TD3 - TD1 is in terms of heating coil, TD2 - TD3 by TD1 - TD3 in terms of cooling coil. ഇത് രണ്ടും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ബൈപ്പാസ് ഫാക്ടർ നിങ്ങൾക്ക് ഹീറ്റിംഗ് എഫിഷ്യൻസി ഓഫ് കോയിലോ അല്ലെങ്കിൽ കോണ്ടാക്ട് ഫാക്ടറോ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടാവുന്നുള്ളൂ. സോ 1 - BPF ആണ് എന്ന് പറയുന്നത് എഫിഷ്യൻസി ഓഫ് ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് കോയിൽ എന്ന് പറയുന്നത്. അത് എഫിഷ്യൻസി ഓഫ് കോയിൽ എന്നും പറയപ്പെടും, കോണ്ടാക്ട് ഫാക്ടറും എന്നറിയപ്പെടും. സപ്പോസ് യു ആസ്ക്ഡ് ടു ഫൈൻഡ് കോണ്ടാക്ട് ഫാക്ടർ, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ എഫിഷ്യൻസി ഓഫ് ദ കോയിൽ. സോ കീപ്പ് ഇൻ മൈൻഡ്. അപ്പം നിങ്ങൾക്ക് എക്സാംസ് ഒക്കെ വരുന്ന സമയത്ത് ഇപ്പം ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കും പ്രോബ്ലംസ് എല്ലാം വരുന്നത്. അതുകൊണ്ട് കോണ്ടാക്ട് ഫാക്ടർ എന്നൊക്കെ ആയിരിക്കും ഡയറക്റ്റ് എല്ലാം ചോദിക്കാം. സോ ബി കീപ്പ് ഇൻ മൈൻഡ് ഇറ്റ്. ദെൻ ഹ്യൂമിഡിഫിക്കേഷൻ ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്. സോ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ഹ്യൂമിഡിഫിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡിങ് വാട്ടർ വേപ്പർ ആണ് ഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക്
നമ്മൾ ശ്വസിക്കുന്ന എയറിനകത്ത് ഡ്രൈ എയർ നമുക്ക് ഒരിക്കലും ശ്വസിച്ചെടുക്കാൻ പറ്റത്തില്ല. നമുക്ക് സഫക്കേഷൻസ് ഉണ്ടാക്കും ഡ്രൈ എയർ നമ്മൾ ശ്വസിച്ചു കഴിഞ്ഞാൽ. അതിനകത്തൊരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റിയിലും വാട്ടർ വേപ്പറിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കംഫർട്ടായിട്ട് കിട്ടത്തുള്ളൂ. ആ വാട്ടർ വേപ്പറിന്റെ പ്രസൻസ് കൂടുകയോ കുറയോ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഡിസ്കംഫർട്ട് ഉണ്ടാക്കും ബ്രീത്ത് ചെയ്യുമ്പോൾ. അപ്പം അഡിക്വേറ്റഡ് ക്വാണ്ടിറ്റിയിൽ ആ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും എന്ത് ചെയ്യാം ആ ഒരു ഹ്യൂമിഡിറ്റി തന്നെ വരുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിന് മാത്രമേ ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റിയിൽ വാട്ടർ വേപ്പറിന് നമുക്ക് കംഫർട്ട് ഉണ്ടാക്കത്തുള്ളൂ. വേറെ ടെമ്പറേച്ചർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന അതേ ഹ്യൂമിഡിറ്റി നമുക്ക് കംഫർട്ട് ഉണ്ടാക്കില്ല, ഡിസ്കംഫർട്ട് ഉണ്ടാക്കും. സോ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി ഇതെല്ലാം ഓരോന്നിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പം ആഡിങ് വാട്ടർ വേപ്പർ ടു ദ എയർ ആണ് ഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. റിമൂവിങ് ദ എക്സസ് വാട്ടർ വേപ്പർ ഫ്രം ദ എയർ ആണ് ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. ഇത് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ വിത്തൗട്ട് അഫക്റ്റിംഗ് ദ ടെമ്പറേച്ചർ ആയിരിക്കും. വിത്തൗട്ട് അഫക്റ്റിംഗ് ദ ഡ്രൈവൽ ടെമ്പറേച്ചർ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ് എലോൺ ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ് എലോൺ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. സോ addition of moisture to air without changing its drivable temperature is known as humidification process. Removal of moisture from air without changing its drivable temperature is called the dehumidification process. അപ്പം ഈ ഒരു ഫിഗേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സും ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സ്. സോ ഇവിടെ 1 എന്ന് പറയുന്നതാണ് ഇനിഷ്യൽ കണ്ടീഷൻ. ഇതിന് ഞാൻ ഹ്യൂമിഡിഫൈ ചെയ്യുന്നു എയർ വാഷർ വെച്ചിട്ടോ കെമിക്കൽ വെച്ചിട്ടോ ഏതെങ്കിലും രീതിയിൽ ഞാൻ എന്ത് ചെയ്യണം വാട്ടർ വേപ്പർ ആഡ് ചെയ്യുന്ന സമയത്ത് you may note that the relative humidity as well as the specific humidity changes. രണ്ട് ഹ്യൂമിഡിറ്റി മാറുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സാണ്. ഇതാണ് നമ്മുടെ ഇനീഷ്യൽ കണ്ടീഷൻ. ഇനീഷ്യൽ കണ്ടീഷൻ എനിക്ക് ഡിസൈഡ് കണ്ടീഷനിലേക്ക് ഞാൻ എത്തിക്കുകയാണ്. ഇവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിനകത്തുള്ള എക്സസ് ആയിട്ടുള്ള വാട്ടർ കണ്ടന്റിനെ റിമൂവ് ചെയ്യുകയാണ്. അങ്ങനെ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യാണ് ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ് ചെയ്യാണ്. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നില്ല ടെമ്പറേച്ചറിന് ചേഞ്ചസ് ഉണ്ടാക്കുന്നില്ല. So method of obtaining humidification and dehumidification process. Humidification is achieved either by supplying or spraying steam, hot water, cold water into the air. So humidification എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ആഡിങ് വാട്ടർ വേപ്പർ ടു ദ കണ്ടന്റ്. അപ്പം നമുക്ക് ഓൾറെഡി നമുക്ക് വരുന്ന എയറിനകത്ത് എന്തുണ്ട് വാട്ടർ വേപ്പർ ഉണ്ട്. അത് കുറവായത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കൂടുതൽ വാട്ടർ വേപ്പറിനകത്തോട്ട് ആഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കാൻ പോകുന്ന എഫേർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ് നമുക്ക് റിക്വയർഡ് ക്വാണ്ടിറ്റിയിൽ വാട്ടർ വേപ്പർ ഇല്ല എയറിനകത്ത്. അപ്പം ഞാൻ എന്ത് ചെയ്യണം കുറച്ചും കൂടെ ആഡ് ചെയ്യാൻ പോകണം. ആഡ് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആഡ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ സ്പ്രേ ചെയ്യാൻ പോകുന്ന വാട്ടർ വേപ്പറിൻ്റെ അല്ലെങ്കിൽ വാട്ടർ ഡ്രോപ്ലെറ്റ്സിൻ്റെ ടെമ്പറേച്ചർ ഒരു കാരണവശാലും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എയറിൽ നിൽക്കുന്ന വാട്ടർ വേപ്പറിൻ്റെ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചറിൻ്റെ അത്രയും വരരുത്. കാര്യം ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചറിലാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ എന്താണ് ദ വാട്ടർ വേപ്പർ ഇൻ ദ എയർ സ്റ്റാർട്ട്സ് ടു കണ്ടൻസ് ആണ്. അപ്പം എന്ത് ചെയ്യും ഞാൻ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും ആഡ് ചെയ്യുന്ന വാട്ടറിൻ്റെ ടെമ്പറേച്ചർ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എയറിൽ നിൽക്കുന്ന വാട്ടറിൻ്റെ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചറിന് താഴെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും അതിനകത്തുള്ള വെള്ളം കൂടെ എന്ത് ചെയ്യും വാട്ടർ വേപ്പറും കൂടെ എന്ത് ചെയ്യും കണ്ടൻസ് ചെയ്ത് പോകും. അപ്പം ഞാൻ ഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സ് ചെയ്യുന്ന പകരം ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സ് ആയിരിക്കും ചെയ്യുന്നത്. അപ്പം ഇത് ഞാൻ പറഞ്ഞ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സും ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സും ചെയ്യുന്നത് ഒരൊറ്റ മെത്തേഡിലാണ്. അതായത് വാട്ടർ വേപ്പർ ആഡ് ചെയ്യുന്നതും വാട്ടർ വേപ്പർ റിമൂവ് ചെയ്യുന്നതും ഒരൊറ്റ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ടാണ്. വാട്ടർ വേപ്പർ അല്ലെങ്കിൽ വാട്ടർ സ്പ്രേ ചെയ്തുകൊണ്ടാണ് അത് നമുക്ക് ചെയ്യും. വാട്ടർ സ്പ്രേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വാട്ടറിൻ്റെ സ്പ്രേ ചെയ്യുന്ന വാട്ടർ ടെമ്പറേച്ചർ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ അല്ല എന്നുണ്ടെങ്കിൽ ഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സ് നടക്കുകയും ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചറിലാണെങ്കിൽ അതായത് നല്ല ചിൽഡ് ആയിട്ടുള്ള വാട്ടറാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സും ആയിരിക്കും നടക്കുന്നത്. അപ്പം വാട്ടറിനെ ഞാൻ എയർ വാഷറിനകത്തൂടെ തന്നെ വിട്ട് തന്നെയാണ് ഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സും ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡയറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്ടർ സ്പ്രേഡ് ഇൻ ഹൈലി അറ്റോമിക് സ്റ്റേറ്റ് ഇൻ ടു ദ റൂം ടു ബി എയർ കണ്ടീഷൻ. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം തണുപ്പിച്ചതിന് ശേഷം റൂം തണുപ്പിച്ചതിന് ശേഷം നമ്മുടെ ഈ വാട്ടർ കൂളറൊക്കെ ചെയ്യുന്നത് പോലെ എന്താ ചെയ്യുന്നത് വാട്ടറിനെ എടുത്തിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് ഇങ്ങനെ തണുപ്പിക്കുകയും ചെയ്യും. അതിനുശേഷം ഇങ്ങനെ എയറിനെ വാട്ടറിനെ ഇങ്ങനെ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കും. അറ്റമൈസ് ചെയ്ത് സ്പ്രേ ചെയ്യുന്നത് പോലെ ആണ് അത് ചെയ്യും. വാട്ടർ എയർ കണ്ടീഷൻ എയർ കൂളറോ അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ ആ സാധനം ചെയ്യുന്നത്. അതാണ് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് സപ്ലൈ ചെയ്ത് വരുന്ന എയറിനെ തന്നെ നമ്മൾ കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്ത് അതിനകത്ത് തന്നെ വാട്ടർ വേപ്പറിനെല്ലാം ഇട്ടിട്ട് ആഡ് ചെയ്ത് വരുന്നതിനാണ് ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം ഇൻഡയറക്റ്റ് മെത്തേഡാണ് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കണ്ടീഷനകത്തും അല്ലെങ്കിൽ എല്ലാ പ്ലാന്റിലും നമ്മൾ പ്രിഫർ ചെയ്യുന്നത്.
So water is introduced into the air in the air condition plant with the help of an air washer. അപ്പോൾ ഇതാണ് ഒരു എയർ വാഷർ എന്ന് പറയുന്ന സാധനം. എയർ വാഷർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ്റെ ഏരിയ ആണ്. അവിടെ എന്ന് പറയുന്നത് ഒരു കുറച്ച് വാട്ടറിനെ ഞാൻ കളക്ട് ചെയ്യുന്നുണ്ട്. ഒരു പമ്പ് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഫിൽറ്റർ, ഹീറ്റിംഗ് കോയിൽ ഓർ കൂളിംഗ് കോയിൽ, വാട്ടർ വിത്ത് കണ്ടീഷൻ. അപ്പോൾ ഞാനിവിടെ ഹീറ്റിംഗ് കോയിലാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് ഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ് ആയിരിക്കും നടക്കുന്നത്. അപ്പോൾ ഈ വരുന്ന വാട്ടറിന് ഞാൻ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ കൊണ്ടുവന്ന് ഹൈ അറ്റമൈസ്ഡ് ഫോമിൽ ഞാൻ എന്ത് ചെയ്യും, സ്പ്രേ ചെയ്തെടുക്കും. അപ്പോൾ ഇതെന്ത് ചെയ്യാം, ഇതുവഴി എയർ ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്കും ഈ എയറിനകത്തോട്ട് എന്താണ് സാച്ചുറേറ്റഡ് കണ്ടീഷൻ അല്ലാത്തടത്തോളം കാലം, കാര്യം സാച്ചുറേറ്റഡ് അല്ല, അതുകൊണ്ടാണ് നമുക്ക് ഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, വാട്ടർ മോളിക്യൂൾസ് അതിനകത്തോട്ട് ഡിഫ്യൂസ് ചെയ്ത് കയറും. അങ്ങനെ വരുമ്പോഴത്തേക്കാണ് നമുക്ക് ആ എയർ പുറത്ത് വരുമ്പോഴത്തേക്ക് അത് ഹ്യൂമിഡിഫൈഡ് എയർ ആയിട്ട് മാറും. അപ്പം ഈ എയർ ക്യാവിറ്റിയിലൂടെ അത് കയറുന്നതല്ലാതെ ഒരു കാരണവശാലും അതിൻ്റെ ടെമ്പറേച്ചേഴ്സ് ചേഞ്ച് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ സെയിം ആണെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഈ വാട്ടർ ഒരിക്കലും ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാതെ തന്നെ അവിടെ തന്നെ കിടക്കും. ഓക്കെ, ഇനി ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ് ആണ് ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സപ്ലൈ ചെയ്യാൻ പോകുന്ന വാട്ടർ വേപ്പറിന് അല്ലെങ്കിൽ വാട്ടർ ഡ്രോപ്ലെറ്റ്സിനെ ഞാൻ കൂളിംഗ് കോയിലിനകത്തോടെ പാസ് ചെയ്തിട്ട് ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചറിന് താഴെ വരും. അതായത് ഈ വരുന്ന എയറിനകത്ത് ഉള്ള വാട്ടർ വേപ്പറിന്റെ ഡ്യൂ പോയിന്റ് എന്താണ് അതിലും താഴെ ആയിരിക്കും ഞാൻ ഈ അപ്ലൈ ചെയ്യാൻ പോകുന്ന സ്പ്രേ ചെയ്യാൻ പോകുന്ന വാട്ടറിന്റെ ടെമ്പറേച്ചർ. അതിനുവേണ്ടി ഞാൻ ഒരു കൂളിംഗ് കോയിൽ യൂസ് ചെയ്യും. അങ്ങനെ ഞാൻ സ്പ്രേ ചെയ്യുന്ന സമയത്ത് വാട്ടർ ഹാപ്പൻ ഇതിനകത്തുള്ള വാട്ടർ വേപ്പർ, അതായത് വരുന്ന എയറിനകത്തുള്ള വാട്ടർ വേപ്പർക്ക് എന്ത് ചെയ്യും, കണ്ടൻസ് ചെയ്യാൻ തുടങ്ങും. കണ്ടൻസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ കിട്ടും, ഈ സമ്പിൾ ഡെപ്പോസിറ്റ് ആവും. അങ്ങനെ നമുക്ക് ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ എയർ വാഷർ ഹ്യൂമിഡിഫിക്കേഷൻ മേ ബി അക്കംപ്ലിഷ്ഡ് ഇൻ ദ ഫോളോയിങ് വേസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബൈ യൂസിങ് ദ റീസർക്കുലേറ്റഡ് സ്പ്രേ വാട്ടർ വിത്തൗട്ട് പ്രയർ ഹീറ്റിംഗ് ഓഫ് എയർ, by preheating of the air and then washing it with recirculating air, by using the heated spray water. അപ്പോൾ ഈ 3 രീതിയിലാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്, എയർ വാഷേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ dehumidification may be accomplished, അതായത് removing water vapor may be accomplished with the help of an air washer or by using chemicals. In air washer system, the outside or entering air is cooled below its dew point temperature. Dehumidification നമുക്ക് വാട്ടർ വേപ്പറിനെ റിമൂവ് ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴും നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന വാട്ടർ നമ്മൾ എന്ത് ചെയ്യണം, ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ താഴെ കൊണ്ടുവരണം. മോയ്സ്ചർ റിമൂവൽ ഓൾസോ അക്കംപ്ലിഷ്ഡ് വെൻ ദ സ്പ്രേ എയർ ഇസ് ചിൽഡ് ആൻഡ് ഇറ്റ്സ് ടെമ്പറേച്ചർ ഈസ് ലോവർ ദാൻ ദ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ ഓഫ് ദ എൻറ്റയർ എയർ. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഇതെല്ലാം. സിൻസ് ദ എയർ ലീവിംഗ് ദ എയർ വാഷർ ഹാസ് ഇസ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ മച്ച് ബിലോ ദ ഡിസൈർഡ് ടെമ്പറേച്ചർ ഇൻ ദ റൂം, therefore heating coil is placed after air washer. അപ്പം ഈ ഒരു ടേം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വരുന്ന എയറിന് അതിന്റെ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചറിൽ താഴെ, അതായത് അതിനകത്തുള്ള വാട്ടർ വേപ്പറിന്റെ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചറിലും താഴെ എത്തിക്കണം. അതെന്ന് പറയുന്നത് ചിലപ്പോൾ എന്ന് പറയുന്നത് ഒരു 7 ഡിഗ്രിയോ 8 ഡിഗ്രിയോ ഒക്കെ ആയിരിക്കും ഒരു വാല്യൂവും പറയുന്നത്. ആ ടെമ്പറേച്ചറിൽ എനിക്ക് ആ എയറിന് ഞാൻ തണുപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിനകത്തുള്ള വാട്ടർ വേപ്പറൊക്കെ എന്ത് ചെയ്യും, കണ്ടൻസ് ചെയ്ത് അതിനകത്ത് നിന്ന് ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ് നടക്കും. പക്ഷേ എയറിന്റെ ടെമ്പറേച്ചർ എത്രയാണ്, 7 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആ ടെമ്പറേച്ചറിലായിരിക്കത്തില്ല എനിക്ക് എവിടെ കൊണ്ടുവരേണ്ടത്, റൂം ടെമ്പറേച്ചറിൽ കൊണ്ടുവരേണ്ടത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, റിക്വയർഡ് കണ്ടീഷൻ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ എയറിന് ഞാൻ പിന്നീട് ഒരു ഹീറ്റിംഗ് കോയിലിനകത്തൂടെ പാസ് ചെയ്തിട്ട്, അതായത് ഒരു ഹീറ്റിംഗ് പ്രോസസ്, സെൻസിബിൾ ഹീറ്റിംഗ് പ്രോസസ്സും കൂടെ അഡീഷണൽ ആയിട്ട് ചെയ്യും. അതാണ് ഇവിടെ പറഞ്ഞ സെന്റൻസ്, ഈ ഒരു 4ാമത്തെ സെന്റൻസ് അതാണ് മീൻ ചെയ്യുന്നത്. Dehumidification can also achieved by using chemicals which has the capacity to absorb moisture in it. കെമിക്കൽസ് ഉണ്ട്, ചില കെമിക്കൽസ് വെച്ചിട്ട് നമുക്ക് മോയ്സ്ചർ അബ്സോർവ് ചെയ്യാനുള്ള ഇതൊക്കെ ഉണ്ട്. നമ്മൾ ഓൾറെഡി നമ്മൾ സോൾവെന്റും അബ്സോർവെന്റ് ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്. 2 types of chemicals absorbent, calcium chloride is same, and absorbent silica gel and active alumina are commonly used for as the chemical absorbers. Okay. Now I move into the heat factors. നമുക്ക് കുറേ അധികം ഹീറ്റ് ഫാക്ടേഴ്സ് പഠിക്കേണ്ടിയുണ്ട്. അതെല്ലാം നമുക്ക് പ്രോബ്ലംസിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സെൻസിബിൾ ഹീറ്റ് ബൈ ടോട്ടൽ ഹീറ്റ് ആണ്. സെൻസിബിൾ ഹീറ്റ് ഈസ് ടേംഡ് ആസ് SH. ടോട്ടൽ ഹീറ്റ് ഈസ് സെൻസിബിൾ ഹീറ്റ് പ്ലസ് ലേറ്റന്റ് ഹീറ്റ് ആണ്. സോ സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ ഈസ് ഈക്വൽ ടു സെൻസിബിൾ ഹീറ്റ് ഡിവൈഡഡ് ബൈ സെൻസിബിൾ ഹീറ്റ് പ്ലസ് ലേറ്റന്റ് ഹീറ്റ് ആണ് സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ. ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് ഇക്വേഷൻ. നൗ ഐ മൂവ് ഇൻടു ദ കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്. ഇതെന്താണെന്ന് ഓൾറെഡി ഞാൻ ഇപ്പം തന്നെ പറഞ്ഞിരുന്നു. പ്രോസസ് ഈസ് ജനറലി ഈ പറഞ്ഞില്ല, നമ്മൾ തുടങ്ങാൻ പോലെ കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ട് എന്താണ്, വാട്ടർ കണ്ടന്റിനെ റിമൂവ് ചെയ്യുകയാണ്. കൂളിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ടെമ്പറേച്ചറിനെ ഡ്രോപ്പ് ചെയ്യാണ്. അപ്പോൾ ഇത് എവിടെയാണ് വേണ്ടത്, നമുക്ക് സമ്മർ സീസണിലുള്ള എയർ കണ്ടീഷനിലാണ് നമ്മൾ എപ്പോഴും ഇത് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് എയറിൽ എപ്പോഴും കൂടുതൽ ഹ്യൂമിഡിറ്റി ഉണ്ടായിരിക്കും. ആ ഹ്യൂമിഡിഫൈഡ് ആയിട്ടുള്ള എയറിനകത്തു നിന്നുള്ള വാട്ടർ വേപ്പറിനെ റിമൂവ് ചെയ്യണം. സോ ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ് അവിടെ വേണം.
ദെൻ സമ്മർ എയർ കണ്ടീഷനിങ്ങിനകത്ത് ടെമ്പറേച്ചർ കൂടുതലായിരിക്കും, അതിനെ തണുപ്പിക്കുകയും വേണം. അപ്പം കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സാണ് എവിടെ ചെയ്യുന്നത്? സമ്മർ എയർ കണ്ടീഷനിങ്ങിനകത്ത് ചെയ്യുന്നത്. Process is generally used in summer air conditioning to cool and dehumidify the air. Air is passed over a cooling coil or through a cold water spray for the reduction in the temperature and the dehumidification process. Dry bulb as well as the specific humidity of air decreases. അപ്പം ഈ ഒരു പ്രോസസ് ചെയ്യുമ്പം ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയും ചേഞ്ച് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. ഫൈനൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഈസ് ജനറലി ഹയർ ദാൻ ദാറ്റ് ഓഫ് ദ എൻറ്ററിങ് എയർ. അപ്പം ഇതാണ് നോക്കേണ്ടത്. ഇവിടെ നിന്ന് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ് ചെയ്യുമ്പോൾ അറ്റ്മോസ്ഫിയറിക് എയറിൻ്റെ കണ്ടീഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഹയർ ദാൻ ദ എൻറ്ററിങ് എയർ ആയിരിക്കും. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി വാല്യൂ വ്യത്യാസം ഉണ്ടായിരിക്കും, കൂടുതലായിരിക്കും. Dehumidification process is only possible when the effective surface temperature of cooling coil, that is TD4, is less than that of TDP, DPT, dry bulb temperature of entering coil, DP1. അപ്പം dehumidification process കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കൂളിംഗ് കോയിലിൻ്റെ സർഫസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വരുന്ന എയറിൻ്റെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിനേക്കാളും താഴെ ആയിരിക്കണം. ഓക്കെ, so the effective surface temperature of coil is known as apparent dew point temperature value, അല്ലെങ്കിൽ apparent dew point. അപ്പം നമുക്ക് ഒരു റിക്വയർഡ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ കിട്ടണം സമ്മർ എയർ കണ്ടീഷനിങ്ങിന്. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏത് ടെമ്പറേച്ചറിലായിരിക്കണം ഞാൻ കൂളിംഗ് കോയിൽ നിർത്തേണ്ടത്? അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അപ്പാരന്റ് ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗർ എടുക്കുകയാണെന്നെങ്കിൽ ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 എന്ന് പറയുന്നതാണ് ഇനീഷ്യൽ പോയിന്റ് എന്ന് പറയുന്നത്. 1 എന്ന് പറയുന്നത് ഇനീഷ്യൽ പോയിന്റ് ആണ്. 2 എന്ന് പറയുന്നത് ഫൈനൽ പോയിന്റ് ആണ്. അപ്പോൾ നമുക്ക് കൂളിംഗ് പ്രോസസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നുണ്ട്, കൂളിംഗ് പ്രോസസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന കൂളിംഗ് കോയിലിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എനിക്ക് കിട്ടേണ്ട ടെമ്പറേച്ചറിനേക്കാളും കുറവായിരിക്കും. അപ്പോൾ 2 ആണ് എനിക്ക് കിട്ടേണ്ട ടെമ്പറേച്ചർ, അതിലും കുറവാണ് ഞാൻ യൂസ് ചെയ്യുന്ന കൂളിംഗ് കോയിലിൻ്റെ ടെമ്പറേച്ചർ, ദാറ്റ് ഈസ് 4 എന്ന് പറയുന്നത്. ഈ 4 സർഫസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അപ്പാരന്റ് ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ ആയിരിക്കണം എന്ന് പറഞ്ഞു. അതാണ് ഇവിടെ നിൽക്കുന്നത്, സാച്ചുറേറ്റഡ് കണ്ടീഷനിൽ നിൽക്കുന്നത്. അപ്പം അതാണ് ഈ 4 എന്ന് പറയുന്ന പോയിന്റ്. അപ്പം ഞാൻ 1 എന്ന് പറയുന്ന കണ്ടീഷനിൽ നിന്ന് എയർ കൂളിംഗ് കോയിലിനകത്തൂടെ പാസ് ചെയ്യുമ്പോൾ അതിന്റെ ടെമ്പറേച്ചർ, കൂളിംഗ് കോയിലിന്റെ ടെമ്പറേച്ചർ TD4 ആണ്. അതാണ് അതിന്റെ എഫക്റ്റീവ് സർഫസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, ഓർ ADP ഓഫ് ദ കോയിൽ എന്ന് പറയുന്നത്. അതിനകത്തൂടെ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് എനിക്ക് ഫൈനലായിട്ട് കിട്ടുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താണ്? 2 എന്ന് പറയുന്നതാണ്. അപ്പം എനിക്ക് ടെമ്പറേച്ചർ ഡ്രോപ്പ് ചെയ്ത് TD1 നിന്ന് TD2 എത്തി. ഓക്കെ, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എനിക്ക് ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സാണ് ചെയ്യേണ്ടത്. അതിനകത്തുനിന്ന് ഞാൻ എന്ത് ചെയ്തു? വാട്ടറിന് റിമൂവ് ചെയ്തു. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ഹ്യൂമിഡിറ്റി ഡിക്രീസസ് ഫ്രം W1 to W2. ഇനി ഇവിടുത്തെ Ψ1 എടുക്കുകയാണ്, അതായത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എടുക്കുകയാണ്. ഇവിടുത്തെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റിനേക്കാളും കൂടുതലായിരിക്കും ഇവിടെയുള്ള റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. അതാണ് നേരത്തെ പറഞ്ഞത്, നമ്മൾ കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സ് ചെയ്യുമ്പോൾ വരുന്ന എയറിന്റെ ടെമ്പറേച്ചർ, വരുന്ന എയറിന്റെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയേക്കാളും കൂടുതലായിരിക്കും നമുക്ക് കിട്ടുന്ന എയറിന്റെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. അതാണ് ആ ഒരു പോയിന്റ്സ് കൊണ്ട് ഇവിടെ മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ TD1 എന്ന് പറയുന്നത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഓഫ് ദ എയർ എൻറ്ററിംഗ് ദ കോയിൽ. TDP1 എന്ന് പറയുന്നത് ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ ഓഫ് ദ എയർ എൻറ്ററിംഗ് ദ എയർ. TD4 എന്ന് പറയുന്നത് എന്താണ്? എഫക്റ്റീവ് സർഫസ് ടെമ്പറേച്ചർ ഓർ ADP ഓഫ് ദ കോയിൽ. Under ideal condition, the dry bulb temperature of the air leaving the cooling coil, that is DD4, should be equal to the surface temperature of cooling coil ADP. അപ്പം ഐഡിയൽ കണ്ടീഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പുറത്ത് വരുന്ന എയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ TD2, അതിന്റെ ടെമ്പറേച്ചറും നമ്മൾ യൂസ് ചെയ്യുന്ന കോയിലിന്റെ സർഫസ് ടെമ്പറേച്ചറും സെയിം ആയിരിക്കണം എഫക്റ്റീവായിട്ട്. അല്ലെങ്കിൽ ഐഡിയൽ കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ, പെർഫെക്റ്റ് ആണ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് TD2 ടെമ്പറേച്ചറും TD4 സെയിം ആയിരിക്കണം. പക്ഷെ ഒരു കാരണവശാലും അങ്ങനെ നടക്കില്ല. ബട്ട് ഇറ്റ് ഈസ് നെവർ പോസിബിൾ ഡ്യൂ ടു ദ inefficiency of the cooling coil. Therefore, the resulting condition of air coming out of the coil is shown by the point 2 on a straight line joining the points 1 and 4. The bypass factor on this case is, നമുക്ക് എത്രത്തോളമാണ് വേണ്ടതെന്നുള്ളത്. TD2 ആണ് നമുക്ക് കിട്ടുന്ന കണ്ടീഷൻ, TD4 ആണ് ഞാൻ യൂസ് ചെയ്യുന്ന കോയിൽ. സോ TD2 കൂടുതലായതുകൊണ്ടാണ് ഞാൻ കൂളിംഗ് പ്രോസസ് ആയതുകൊണ്ട് ബൈപ്പാസ് ഫാക്ടറിനകത്ത് TD2 ഇവിടെ വന്നത്. സോ TD2 divided minus TD4 divided by TD1 minus TD4 ആണ് ബൈപ്പാസ് ഫാക്ടർ എന്ന് പറയുന്നത് ഫോർ ദിസ് കൂളിംഗ് പ്രോസസ്. TD2 എന്ന് പറയുന്നതാണ് നമുക്ക് കിട്ടിയ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ. TD4 എന്ന് പറയുന്നത് അപ്പാരന്റ് ഡ്യൂ പോയിന്റ് ആണ്. സോ TD1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇവിടെ നോക്കിയാൽ ബൈപ്പാസ് ഫാക്ടർ ആൾസോ ക്യാൻ ആൾസോ ബി കാൽക്കുലേറ്റഡ് ബൈ യൂസിങ് ദീസ് ഇക്വേഷൻസ്. അതായത് TD2 എന്ന് പറയുന്നിടത്തുള്ള എന്തെടുക്കാം? സ്പെസിഫിക് ഹ്യൂമിഡിറ്റി, ദാറ്റ് ഈസ് W2.
ഇനി TD4ന്റെ അടുത്തുള്ള സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എടുക്കുക, അതെന്ന് പറഞ്ഞാൽ W4 ഇവിടെ നിന്നിട്ട് W4 ബൈ TD1ന്റെ അടുത്തുള്ള സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് W1 മൈനസ് TD4ന്റെ അടുത്തുള്ള സ്പെസിഫിക് ഹ്യൂമിഡിറ്റി W4. അപ്പം ഇതിനകത്തുള്ള ഏതെങ്കിലും ഒക്കെ പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ അവിടുത്തെ ഉള്ള വാല്യൂസ് എടുത്തുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ബൈപ്പാസ് ഫാക്ടർ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി സപ്പോസ് നമ്മൾ എൻതാൽപ്പിയാണ് എടുക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് എൻതാൽപ്പി വാല്യൂസ് കിട്ടും. ആ എൻതാൽപ്പി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴും എനിക്ക് എന്ത് കിട്ടും? ബൈപ്പാസ് ഫാക്ടർ കിട്ടും. ഓക്കെ, ഇനി ആക്ച്വലി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു കേസ്, അതായത് ഈ ഞാൻ 1, 2 എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ ഒരു കാരണവശാലും എനിക്ക് എന്ത് കിട്ടത്തില്ല, ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ തന്നെ വരത്തില്ല. പകരം എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാലും ഒരു കർവ് ആയിട്ടുള്ള ലൈൻ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, 1ഉം 2ഉം കൂടെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് പറയുന്നത് ഒരു കർവ് ലൈനാണ്, ഡോട്ടഡ് കർവ് ലൈനാണ്. പക്ഷേ ഈ ഒരു പ്രോസസ്സ്, അതായത് എനിക്ക് ഈ ഒരു 1ൽ നിന്ന് 2ലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന പ്രോസസ്സുകൾ എന്തായാലും ശരി, ഓൾ ദ ആക്ടിവിറ്റീസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ എൻ കണ്ടീഷൻസ് ഉള്ള പുറത്തുള്ള, അതായത് രണ്ടാമത് കിട്ടിയ ഡിസൈഡ് കണ്ടീഷൻ മാത്രമേ ഉള്ളൂ ഞാൻ നോക്കുന്നത്. അതെങ്ങനെ കിട്ടി, എങ്ങനെ വന്നു എന്നൊന്നും ഞാൻ നോക്കുന്നില്ല. ഒരു ഔട്ട്സൈഡ് എയർ കണ്ടീഷൻ ഉണ്ട്, ആ എയർ കണ്ടീഷനിൽ നിന്ന് എനിക്ക് ഡിസൈഡ് ആയിട്ടുള്ള എയർ കണ്ടീഷൻ ഉണ്ടാക്കിയെടുക്കണം. അതെങ്ങനെ വരുന്നു എന്ന് ഞാൻ നോക്കേണ്ട ആവശ്യമില്ല, കിട്ടുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പൊ ഞാൻ ഇവിടെ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം 1A എന്ന് പറയുന്ന പ്രോസസ്സ് ആദ്യം എന്ത് ചെയ്തു? ഡീഹ്യൂമിഡിഫൈ ചെയ്തു. അതായത് 1ൽ നിന്ന് A എന്ന് പറയുന്ന പോയിന്റ് വരെ എന്ത് ചെയ്തു? ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ് ചെയ്തു. അതിനുശേഷം എയിൽ നിന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് 2ലേക്ക് എന്ത് ചെയ്തതാണ്? കൂള് ചെയ്യാണ് ചെയ്തത്. അതാണ് നമ്മളുടെ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഹീറ്റിംഗ്, കൂളിംഗ്, ഹ്യൂമിഡിഫിക്കേഷൻ, ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്നീ പ്രോസസ്സുകളും അതിന്റെ കോമ്പിനേഷൻസും വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാം? ഈ പ്രോസസ്സുകളെല്ലാം അച്ചീവ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു കാര്യമാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ആക്ച്വലി ഇത് കൂളിംഗ്, ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ് ഡോട്ടഡ് ലൈൻസിന്റെ കാര്യമെല്ലാം പറയുന്നുണ്ട്. ദെൻ Q എന്ന് പറയുന്നത് എന്താണ്? H1 മൈനസ് H2 ആണ്. ദാറ്റ് ഈസ് H1 മൈനസ് H2 എന്ന് പറയുമ്പോൾ H1 മൈനസ് HA പ്ലസ് HA മൈനസ് H2. ദാറ്റ് ഈസ് H1 മൈനസ് HA എന്ന് പറയുന്നത് എന്താണ്? ലേറ്റന്റ് ഹീറ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്ന് പറയുന്നത് മോയ്സ്ചറിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത ഹീറ്റാണ് ലേറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്നത്. ദെൻ HA മൈനസ് H2, HA മൈനസ് H2 ഇവിടെ നിന്ന് ഇവിടം വരെ വരുന്നത് പറയുന്നത് എന്താണ്? സെൻസിബിൾ ഹീറ്റ് ആണ്, ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഹീറ്റാണ്. ഓക്കെ, അപ്പം LH എന്താണ്? ലേറ്റന്റ് ഹീറ്റ് ആണ്. SH എന്ന് പറയുന്നത് എന്താണ്? സെൻസിബിൾ ഹീറ്റ് ആണ്. സോ സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ ഇസ് ഈക്വൽ ടു നമുക്കറിയാം SH ഡിവൈഡ് ബൈ LH പ്ലസ് SH എന്ന് പറയും. അപ്പം നമുക്ക് വൺസ് യു ഹാവ് ദിസ്, ഈ ഒരു പ്രോബ്ലത്തിൽ ഇതിനകത്ത് തന്നെ നമുക്ക് SHF കണ്ടുപിടിക്കാം, സെൻസിബിൾ ഹീറ്റ് ഫാക്ടറും കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. Now I move into the heating and humidification process. ഹീറ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ കൂട്ടണം. സപ്പോസ് യു ആർ തിങ്ക് അബൌട്ട് എ വിന്റർ സീസൺ, നമുക്ക് പുറത്ത് തണുപ്പായിരിക്കും, നമുക്ക് അകത്ത് കംഫർട്ട് കിട്ടണമെങ്കിൽ ചൂട് വേണം. അപ്പോൾ ഞാൻ ഹീറ്റിംഗ് പ്രോസസ് ചെയ്യണം. വിന്റർ സീസണിൽ അത് പുറത്ത് നോക്കുകയാണെങ്കിൽ ഹ്യൂമിഡിറ്റി ഭയങ്കര കുറവായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ കണ്ടന്റ് ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് നമ്മുടെ ദേഹത്തു നിന്നൊക്കെ നമുക്ക് വരളുന്നത്. നമ്മുടെ ദേഹത്തു നിന്ന് തന്നെ അറ്റ്മോസ്ഫിയറും ഈർപ്പം എടുത്തുകൊണ്ട് പോകുന്നതുകൊണ്ടാണ് നമ്മുടെ സ്കിന്നൊക്കെ ഡ്രൈ ആവുന്നത്. അതിൻ്റെ അർത്ഥം അവിടെ വാട്ടർ കണ്ടന്റ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വാട്ടർ കണ്ടന്റിനെ ആഡ് ചെയ്യണം, ഹ്യൂമിഡിഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 എന്ന് പറയുന്നതായിരിക്കും ഇനീഷ്യൽ പോയിന്റ്. നോക്കിയാൽ ടെമ്പറേച്ചർ വളരെ കുറവാണ്, അതിൻ്റെ ഹ്യൂമിഡിറ്റിയും വളരെ കുറവാണ്. ഞാൻ എന്ത് ചെയ്യാണ്? T3യിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. T3യിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം? ഒരു ഹീറ്റിംഗ് കോയിൽ എടുക്കണം. പക്ഷെ ഇവിടെ നോക്കുമ്പം ഹീറ്റിംഗ്, നമ്മൾ നേരത്തെ പറഞ്ഞ് ഹീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ TD3 കണ്ടീഷൻ എപ്പോഴും എന്തായിരിക്കണം? നമുക്ക് കിട്ടുന്ന റിക്വയർഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് 2 ആണ്. അതിനേക്കാളും കൂടുതലായിരിക്കും TD3 കണ്ടീഷൻ എന്ന് പറയുന്നത്. ആ രീതിയിലായിരിക്കും നമുക്ക് പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ആദ്യം എന്ത് ചെയ്തു? ഹീറ്റ് ചെയ്തു, പിന്നീട് എന്ത് ചെയ്തു? ഹ്യൂമിഡിഫൈ ചെയ്തു. ആ പ്രോസസ്സാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം ആദ്യം സെൻസിബിൾ ഹീറ്റിന്റെ വാല്യൂ വന്നു, പിന്നീട് ലേറ്റന്റ് ഹീറ്റിന്റെ വാല്യൂ കയറി വന്നു. നേരത്തെ പറഞ്ഞ പോലെയാണ് എല്ലാ ഓപ്പറേഷൻസും ഇതിനകത്തും ചെയ്യുന്നത്. പ്രോസസ് ഈസ് യൂസ്ഡ് ഇൻ വിന്റർ എയർ കണ്ടീഷനിങ് ടു warm and humidify the air. When the air passed through the humidifier having spray water temperature higher than that of the dry bulb temperature of the entering air, the unsaturated air will reach the condition of saturation and thus air becomes hot. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ നമ്മുടെ എയറിന്റെ ടെമ്പറേച്ചർ വളരെ കുറവാണ്. അപ്പോൾ അതിനേക്കാളും കൂടുതലായിരിക്കും ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്ന ഒരു എയറിന്റെ അല്ലെങ്കിൽ വാട്ടറിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ആ സമയത്ത് എന്ത് സംഭവിക്കും? ഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സിന്റെ കൂടെ തന്നെ എന്ത് നടക്കും? ഹീറ്റിംഗ് പ്രോസസ്സും കൂടെ നടക്കും. അടുത്ത ഹീറ്റ് ഫാക്ടറാണ് റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ എന്ന് പറയുന്നത്.
എല്ലാം സെയിം തന്നെയാണ്. RSHF എന്നാണ് ഞാൻ അറിയപ്പെടുന്നത്. RSHF is equal to room sensible heat divided by room total heat ആണ്. That is room sensible heat divided by room sensible heat plus room latent heat എന്ന് പറയുന്ന കാര്യം. ഓക്കെ, അപ്പം ഇത് എങ്ങനെ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് യു ഹാവ് ദ റൂം ഡിസൈഡ് കണ്ടീഷൻ. ഇതാണ് നിങ്ങളുടെ റൂം ഡിസൈഡ് കണ്ടീഷൻ എന്ന് വെച്ചാൽ. അപ്പം ഇതാണ് എനിക്ക് വേണ്ട, എസ് ആണ് എനിക്ക് വേണ്ട എയറിന്റെ കണ്ടീഷൻ. എനിക്ക് ഉള്ള റൂമിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എനിക്ക് വേണ്ടതെന്ന് പറയുന്നത്, എനിക്ക് R എന്ന് പറയുന്ന വാല്യൂലാണ് എനിക്ക് എത്തിക്കേണ്ടത്, റൂമിനെ എത്തിക്കേണ്ടത്. ഞാൻ കൊടുക്കുന്ന എയറിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് എസ് ആണെന്നുണ്ടെങ്കിൽ, ഞാൻ ആ റിക്വയർഡ് പോയിന്റിനെയും ആ ഇപ്പോൾ എനിക്ക് ഉള്ള അല്ലെങ്കിൽ എനിക്ക് അവൈലബിൾ ആകുന്ന ടെമ്പറേച്ചർ വാല്യൂ എന്തെങ്കിലും വാല്യൂ ഒക്കെ വെച്ചിട്ട് ഞാൻ കിട്ടുന്ന പോയിന്റും എനിക്ക് വേണ്ട റൂം ഡിസൈൻ കണ്ടീഷനും കൂടെ ചേർത്തിട്ട് ഞാൻ വരയ്ക്കുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും എന്ന് പറയുന്നത് റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. ഇനി അത് നേരെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ട് വരുമ്പോൾ എനിക്ക് കിട്ടുന്ന പോയിന്റ് എന്ന് പറയുമായിരിക്കും അപ്പാരന്റ് ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ. അപ്പോൾ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഈ അപ്പാരന്റ് ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് യൂസ് ചെയ്യേണ്ട കൂളിംഗ് കോയിലിന്റെയോ ഹീറ്റിംഗ് കോയിലിന്റെയോ എന്ത് കിട്ടത്തുള്ളൂ? ടെമ്പറേച്ചർ കിട്ടത്തുള്ളൂ. അപ്പം എനിക്ക് റിക്വയർഡ് റൂം ഡിസൈൻ കണ്ടീഷന്റെയും സപ്ലൈ ചെയ്യുന്ന എയറിന്റെ കണ്ടീഷന്റെയും വാല്യൂസ് ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? അപ്പാരന്റ് ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ പറ്റും ഫ്രം ദ സൈക്കോമെട്രിക് ചാർട്ട്. ഈ വരച്ച ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. ദെൻ ഇതിന്റെ സ്ലോപ്പ് ആണ് എന്തെന്ന് പറയുന്നത്? RSHF എന്ന് പറയുന്നത്. അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ XY, അതായത് RSH ഡിവൈഡഡ് ബൈ dx/dy ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതായത് RSH ഡിവൈഡഡ് ബൈ RTH എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും മൊത്തം എടുക്കുന്നത്. അതിനായിരിക്കും നമ്മൾ റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അത് എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ്. സപ്പോസ് യു ഹാവ് ദാറ്റ് കാൽക്കുലേറ്റഡ് RSHF വാല്യൂ, നിങ്ങൾക്ക് ഈ വാല്യൂ നിങ്ങൾക്ക് അറിയാം, RSHF വാല്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു RSHF ലൈൻ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ്. സോ വെൻ ദ സപ്ലൈ എയർ കണ്ടീഷൻ ആർ നോട്ട് നോൺ, നമുക്ക് അപ്ലൈ ചെയ്യേണ്ട കണ്ടീഷൻ ഒന്നും അറിയത്തില്ല, സപ്ലൈ ചെയ്യുന്ന എയറിന്റെ കണ്ടീഷൻസ് ഒന്നും അറിയത്തില്ല, which in fact generally required to be found out. The room sensible heat factor line may be drawn from the calculated value of the room sensible heat factor. അതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡയഗ്രാം നോക്കി മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ സ്കെയിൽ ഉണ്ട്. അതായത് നമ്മുടെ സൈക്കോമെട്രിക് ചാർട്ടിന്റെ റൈറ്റ് സൈഡിൽ കിടപ്പുണ്ട് ഒരു സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ സ്കെയിൽ ഉണ്ട്. ആ സ്കെയിൽ വാല്യൂവിൽ ഞാൻ വേണ്ട ഒരു പോയിന്റ് കിട്ടും. എനിക്ക് ഈ വാല്യൂ എനിക്ക് ജസ്റ്റ് ഞാൻ ഗസ് ചെയ്തെടുക്കും, അല്ലെങ്കിൽ എനിക്ക് പറഞ്ഞ് ഇതാണ് എനിക്ക് വേണ്ട ഫാക്ടർ എന്ന് കിട്ടും, RSHF വാല്യൂ എന്ന് പറഞ്ഞ് കിട്ടും. ഇത് ഞാൻ ഏതെങ്കിലും രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കും. ആ പോയിന്റ് ഞാൻ ഇവിടെ എത്തിച്ചു കഴിഞ്ഞാൽ ഈ പോയിന്റിൽ നിന്ന് ഞാൻ ഒരു അസംഷൻ കണ്ടീഷൻ എടുക്കും, ഒരു ചെറിയൊരു റിക്വയർഡ് കണ്ടീഷൻ എടുക്കും. എന്താണ് റൂം ഡിസൈൻ കണ്ടീഷൻ എന്നുള്ളത്, അല്ലെങ്കിൽ നമുക്കുള്ള റിക്വയർഡ് നമ്മൾ സപ്ലൈ ചെയ്യാൻ പോകുന്ന എയറിന്റെ കണ്ടീഷൻ എന്താണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ റൂമിന്റെ കണ്ടീഷൻ 26°C ആണ് എൻ്റെ കണ്ടീഷൻ, എൻ്റെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 50°C ആണെന്നുണ്ടെങ്കിലും ഞാൻ എന്ത് ചെയ്യും? അത് രണ്ടും കൂടെ പോയിന്റ് ചെയ്തുകൊണ്ട് ഞാനൊരു പോയിന്റ് കണ്ടുപിടിക്കും. അതായത് 50% ആണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, 26°C ആണ് എന്ത് പറയുന്നത് ഡ്രൈബിൾ ടെമ്പറേച്ചർ ഓഫ് ദ ആംബിയന്റ് എയർ. അത് ഞാൻ എടുത്തതിന് ശേഷം ഞാൻ RSHF-ൽ നിന്ന് ഒരു ലൈൻ വരച്ച് ഈ പോയിന്റുമായിട്ട് മീറ്റ് ചെയ്യിക്കും. RSHF-ൽ നിന്ന് ഒരു പോയിന്റ് എടുത്ത് ഞാൻ എന്ത് ചെയ്യും? ഇതുമായിട്ട് മീറ്റ് ചെയ്യിപ്പിക്കും. ഓക്കെ, ദെൻ ഇനി ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതാണ് പറയുന്നത് ജോയിന്റ് പോയിന്റ് എ വിത്ത് ദ അലൈൻമെന്റ് സർക്കിൾ ഓൺ ദ റെഫറൻസ് പോയിന്റ് ബി. ദ ലൈൻ AB ഈസ് കോൾഡ് ബേസ് ലൈൻ. അപ്പം ഈ അലൈൻമെന്റ് സർക്കിൾ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എടുത്ത 26ഉം 50% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആണ് അലൈൻമെന്റ് സർക്കിൾ എന്ന് പറയുന്നത്. ആ പോയിന്റുമായിട്ട് ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഈ ഒരു ബേസ് ലൈനിന് മീറ്റ് ചെയ്യിപ്പിച്ച് വയ്ക്കും. ഓക്കെ, ഇനി മാർക്ക് പോയിന്റ് R ഓൺ സൈക്കോമെട്രിക് ചാർട്ട് ടു റെപ്രസെന്റ് ദ റൂം ഡിസൈൻ കണ്ടീഷൻ. നമുക്ക് വേണ്ട റൂമിന്റെ ഡിസൈൻ കണ്ടീഷൻ എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കും. നമുക്ക് വേണ്ട റൂം ഡിസൈൻ കണ്ടീഷൻ എത്രത്തോളമാണെന്നുള്ളത് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കും. അപ്പം ഇതാണ് എനിക്ക് വേണ്ട റൂമിന്റെ ഡിസൈൻ കണ്ടീഷൻ. ഇതെനിക്ക് കിട്ടി, പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഞാനൊരു വരച്ച ലൈൻ ഉണ്ടല്ലോ എയും ബിയും, ഈ AB ക്ക് പാരലൽ ആയിക്കൊണ്ട് ഞാൻ ഈ R-ൽ വെച്ചുകൊണ്ട് ഞാനൊരു
ലൈൻ ഇതിനകത്തോട്ട് വരച്ചു വയ്ക്കും ആർ ഡാഷിലേക്ക്. അതാണ് ത്രൂ പോയിന്റ് ആർ ഡ്രോ ലൈൻ ആർ ആർ ഡാഷ് പാരലൽ ടു ദ ബേസ് ലൈൻ എ ബി. എ ബിക്ക് പാരലായിട്ട് ഞാൻ ആറിൽ നിന്ന് ഇങ്ങോട്ട് ലൈൻ വരച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? RSHF ലൈൻ കിട്ടും. ഇത് പോയിന്റ് ടച്ച് ചെയ്യുന്നത് എവിടെ ആയിരിക്കും? അപ്പാരന്റ് പോയിന്റ് ടെമ്പറേച്ചറിലായിരിക്കും. അപ്പം എനിക്ക് റിക്വയർഡ് കണ്ടീഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഫോളോ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഈ ലൈൻ ഫോളോ ചെയ്താൽ മതി എന്നുള്ളൊരു കൺസെപ്റ്റ് കിട്ടും. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഡിസൈൻ ഫാക്ടേഴ്സിലേക്ക് പോകും. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ഇറ്റ്. നൗ ഐ മൂവ് ഇൻ ടു ദ ഗ്രാൻഡ് സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ. ഗ്രാൻഡ് സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ടോട്ടൽ സെൻസിബിൾ ഹീറ്റ് ഡിവൈഡ് ബൈ ഗ്രാൻഡ് ടോട്ടൽ ഹീറ്റ് ഫാക്ടർ ആണ്. ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ടോട്ടൽ സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ ബൈ GTH എന്ന് പറയുന്നത് ടോട്ടൽ സ്പെസിഫിക് ഹീറ്റ് പ്ലസ് ടോട്ടൽ ലേറ്റന്റ് ഹീറ്റ് ആണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് കാൽക്കുലേഷൻ പർപ്പസിനകത്ത് യൂസ് ചെയ്യുന്നതാണ്. ഇനി ടോട്ടൽ സെൻസിബിൾ ഹീറ്റ് എന്ന് പറയുന്നത് എന്താണ്? RSH is equal to TSHS എന്ന് പറയുന്നത് റൂം സെൻസിബിൾ ഹീറ്റ് പ്ലസ് ഔട്ട്സൈഡ് എയർ സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ ആണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ടോട്ടൽ സെൻസിബിൾ ഹീറ്റ്, അതായത് റൂം സെൻസിബിൾ ഹീറ്റ് പ്ലസ് ഔട്ട്സൈഡ് എയർ സെൻസിബിൾ ഹീറ്റ്. ഇനി ടോട്ടൽ ലേറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്നത് എന്താണ്? റൂം ലേറ്റന്റ് ഹീറ്റ് പ്ലസ് ഔട്ട്സൈഡ് എയർ ലേറ്റന്റ് ഹീറ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഈ ഇത്രയും ടേംസ് വെച്ചിട്ട് പറയുന്നത് ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ്. ദെൻ ഇപ്പോൾ സപ്പോസ് എന്ന് പറയുന്ന വരുന്ന എയറിൻ്റെയും വരുന്ന കണ്ടീഷൻസ് എടുക്കണം. V1 എന്ന് പറയുന്ന വോളിയം ഓഫ് ദ ഔട്ട്സൈഡ് എയർ ഓർ വെന്റിലേഷൻ ഇൻ മീറ്റർ ക്യൂബ് പെർ മിനിറ്റ്. TD1 എന്ന് പറയുന്ന ഡ്രൈവൽ ടെമ്പറേച്ചർ ഓഫ് ദ ഔട്ട്സൈഡ് എയർ ഇൻ ഡിഗ്രി സെൽഷ്യസ്. W1 specific humidity of the outside air in kilogram per kilogram of dry air. H1 enthalpy of the outside air. TD2 the dry temperature of the room air in degree Celsius. Then W2 specific humidity of the room air in kilogram per kilogram of dry air, and H2 is the enthalpy of the room air in kilojoule per kilogram of dry air. അപ്പം outside air sensible heat കാണാൻ നമുക്ക് equation ഉണ്ട്. So we have to refer this equation. ഇതെങ്ങനെ വന്നെന്നുള്ളതാണ് യു ഹാവ് ടു ഗോ ഫോർ ദിസ് ആർട്ടിക്കിൾ. ഇതൊന്നും നമുക്ക് അത്ര ഇതായിട്ട് കേസായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. വി ഹാവ് ടു ജസ്റ്റ് യൂസ് ദിസ് റിലേഷൻ ഇക്വേഷൻ മാത്രം നമുക്ക് പഠിച്ചാൽ മതി. ഔട്ട്സൈഡ് എയർ സെൻസിബിൾ ഹീറ്റ് കാണാനുള്ള, ഔട്ട്സൈഡ് എയർ ലേറ്റന്റ് ഹീറ്റ് കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. ഓൾ ദ വാല്യൂസ് ആൻഡ് പാരാമീറ്റേഴ്സ് ആർ വിൽ നോ, നമുക്കെല്ലാം അറിയാൻ പറ്റും. നമ്മൾ ജസ്റ്റ് ഈ ഇക്വേഷൻ അതോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്സൈഡ് എയർ സെൻസിബിൾ ഹീറ്റ് ഫാക്ടറും കിട്ടും, ഹീറ്റും കിട്ടും, ഔട്ട്സൈഡ് എയർ ലേറ്റന്റ് ഹീറ്റും കിട്ടും. സോ ദെൻ ഔട്ട്സൈഡ് എയർ ടോട്ടൽ ഹീറ്റ് എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. ആ ഇക്വേഷനാണിത്. അത് നമുക്ക് ഈ രീതിയിലും കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് GSHF ലൈൻ, അതായത് ഗ്രാൻഡ് സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ ലൈൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് വരുന്നത്, അതായത് നമുക്കറിയാം ഒരു എയറിനെ എടുത്ത് ഞാനിപ്പം സർക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ, എയറിനെ സർക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റൂമിനകത്ത് എയർ കണ്ടീഷനിങ് സിസ്റ്റം തന്നെ നോക്കും. നമ്മൾ ഔട്ട്സൈഡ് എയർ വരുന്നുണ്ട്, ഔട്ട്സൈഡ് എയർ വന്നിട്ട് ഞാൻ അതിനെ കൂൾ ചെയ്ത് വീണ്ടും ഞാൻ സർക്കുലേറ്റ് ചെയ്ത് റൂമിലേക്ക് വിടുകയാണ്. ആ റൂമിൽ നിന്ന് തന്നെയാണ് വീണ്ടും ഞാൻ എടുത്ത് എന്ത് ചെയ്യുന്നത്, എയറിനെ സർക്കുലേറ്റ് ചെയ്ത് വിടുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഔട്ട്സൈഡ് എയറും നമ്മുടെ റൂമിൽ നിന്ന് എടുത്ത് വരുന്ന എയറും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, മിക്സ് ആവുന്നുണ്ട്. അതാണ് മിക്സ്ചർ കണ്ടീഷൻ. അതുകൊണ്ടാണ് നമുക്ക് ഗ്രാൻഡ് സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ ലൈൻ യൂസ് ചെയ്യേണ്ടി വരുന്നത്. മിക്സ്ചർ കണ്ടീഷനാണ്. അതായത് നമ്മുടെ കൂളിംഗ് കോയിലിനകത്തോട്ട് വരുന്നത് എപ്പോഴും എന്തായിരിക്കും, ഔട്ട്സൈഡ് എയറും നമ്മൾ അകത്തുള്ള എയറിനെ എടുത്ത് സർക്കുലേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ആ രണ്ടു എയറും കൂടെ ആയിരിക്കും നമ്മൾ മിക്സ് ചെയ്ത് വരുന്നത്. ഇത് ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എയർ കണ്ടീഷനിങ് സിസ്റ്റം പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ മിക്സ്ചർ ഓഫ് എയർ എൻ്ററിങ് ദ കൂളിംഗ് വരുന്നതും നമ്മൾ ഔട്ട്സൈഡ് എയറിനെ എടുത്ത് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഓൾറെഡി നമ്മൾ റൂമിനകത്തു നിന്നുള്ള എയറിനെയും കൂടെ എടുത്ത് എന്ത് ചെയ്യുന്നുണ്ട്, കൂൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ വന്നിട്ട് മിക്സ് ചെയ്യുന്ന കണ്ടീഷനാണ് മിക്സ്ചർ കണ്ടീഷൻ എൻ്ററിങ് ദ കൂളിംഗ് കോയിൽ എന്ന് പറയുന്നത്. ഈ പോയിന്റും നമുക്ക് വരുന്ന അപ്പാരന്റ് സപ്ലൈ എയറിന്റെ കണ്ടീഷൻ പോയിന്റും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഉണ്ട്. ഇത് നമുക്ക് ഓൾറെഡി അറിയാം. കാര്യം ഇത് RSHF ലൈനാണ്, ഈ RSHF ലൈനാണ്. ഈ രണ്ട് പോയിന്റും കൂടെ മീറ്റ് ചെയ്ത് അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുമ്പോഴത്തേക്കാണ് നമുക്ക് എന്ത് കിട്ടുക, അപ്പാരന്റ് ഡ്യൂ പോയിന്റ് കണ്ടീഷൻ കിട്ടും. ഇതാണ് നമുക്ക് GSHF ലൈനിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡയഗ്രാം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് എന്തൊക്കെയുണ്ട്, GSHF ലൈനും ഉണ്ട്, RSHF ലൈനും നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇതാണ് അതിന്റെ കംപ്ലീറ്റ് ലൈൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് വരുന്ന സമയത്ത് നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു സാധനം കൂടെ പഠിക്കും, ഒരു സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ കൂടെ പഠിക്കും, എഫക്റ്റീവ് റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ. അപ്പോൾ നമ്മൾ ഏതൊക്കെ ഹീറ്റ് ഫാക്ടേഴ്സ് ആണ് പറഞ്ഞത്, റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ പറഞ്ഞു, ഗ്രാൻഡ് സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ ലൈൻ പറഞ്ഞു, ദെൻ എഫക്റ്റീവ് റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ അടുത്ത ലൈൻ എന്ന് പറഞ്ഞു. എഫക്റ്റീവ് സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതിനകത്ത് നിന്ന് GSHF ലൈനും RSHF ലൈനും ഒക്കെ വെച്ചിട്ട് ഞാനിപ്പോൾ പറഞ്ഞു, ഓൾറെഡി ലൈൻ പറഞ്ഞു.
ഇനി ആ പോയിന്റിൽ നിന്ന് അപ്പാരന്റ് പോയിന്റ് കിട്ടി. GSHF വരച്ചപ്പോഴത്തേക്ക് എനിക്കും എന്ത് കിട്ടി? ADP പോയിന്റ് കിട്ടി. ആ ADP പോയിന്റും ഞാൻ റൂം ഡിസൈൻ്റെ കണ്ടീഷനും കൂടെ മീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ലൈനാണ് ERSHF ലൈൻ എന്ന് പറയുന്നത്, എഫക്റ്റീവ് റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3ഉം 2ഉം പാരലായിട്ട് ഞാനിവിടെ ഒരു 4-4 ലൈൻ വരച്ചു. 3-2 പാരലായിട്ട് ഞാൻ 4-4 എന്ന് പറയുന്ന ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇതൊരു സിമെട്രിക് ട്രയാങ്കിൾ ആയിട്ട് മാറും. അതായത് 6-3-2 ഒരു ട്രയാങ്കിളാണ് 6-4-4 എന്ന് പറയുന്നത്, സിമെട്രിക് ട്രയാങ്കിളായി മാറും. ഓക്കെ, അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഞാനിവിടെ ഇത് എഴുതിയിരിക്കുന്നത്. BPF ബൈപ്പാസ് ഫാക്ടർ ഈക്വൽ ടു ലെങ്ത് 4-6. ലെങ്ത് 4-6 എന്ന് പറയുന്നത് ഇതാണ്. ലെങ്ത് 4-6 ഡിവൈഡഡ് ബൈ ലെങ്ത് 3-6. ലെങ്ത് 3-6 എന്ന് പറയുന്നത് ഇതാണ്. ഈസ് ഈക്വൽ ടു ലെങ്ത് 4-6 എന്ന് പറയുന്നത് ഇതാണ്, ഡിവൈഡഡ് ബൈ ലെങ്ത് 2-6 എന്ന് പറയുന്നത്. അതാണ് ബൈപ്പാസ് ഫാക്ടർ എന്ന് പറയുന്നത്. അതിന് ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ബൈപ്പാസ് ഫാക്ടർ ഈസ് ഈക്വൽ ടു TD4 മൈനസ് ADP ബൈ TD3 മൈനസ് ADP. ഇത് നമുക്ക് ഓൾറെഡി നോൺ ഇക്വേഷൻ ആണ്. ഓക്കെ, എഫക്റ്റീവ് റൂം സെൻസിബിലിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് ERSHF ഈസ് ഈക്വൽ ടു ERSH ഡിവൈഡ് ബൈ ERTH ആണ്. അതായത് എഫക്റ്റീവ് റൂം സെൻസിബിൾ ഹീറ്റ് ഡിവൈഡ് ബൈ എഫക്റ്റീവ് റൂം ടോട്ടൽ ഹീറ്റ് ആണ്. ടോട്ടൽ ഹീറ്റ് എന്ന് പറയുന്നത് സെൻസിബിൾ ഹീറ്റ് പ്ലസ് ലേറ്റന്റ് ഹീറ്റ് ആണ്. ഓക്കെ, ഇനി അത് കാണാനുള്ള ഇക്വേഷനാണ് ഈ എഴുതിയിരിക്കുന്നത്. ERSHF കാണാനുള്ള ഇക്വേഷനാണ്. ERSH കാണാനുള്ള ഇക്വേഷൻ RSH പ്ലസ് 0.02 ഇൻറ്റു ഇത്രയും വാല്യൂ ഇൻറ്റു TD1 മൈനസ് TD2 ഇൻറ്റു BPF എന്ന് പറയുന്ന വാല്യൂ. ഓക്കെ, ദെൻ ERLFH എന്ന് പറയുന്നത് ഇതാണ് ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. സോ യു ഹാവ് ടു ബൈ ഹാർട്ട് ദിസ് ഇക്വേഷൻ ഫോർ ദ കാൽക്കുലേഷൻ പർപ്പസസ്. ഈ ഒരു സെയിം സാധനം തന്നെയാണ് നമ്മളവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. ഇത്രയുമാണ് കണ്ടന്റ് എന്ന് പറയുന്നത്. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.